ഈ കമ്മിറ്റിക്ക് മുന്നേ ലാലേട്ടൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി പിന്നീട് പ്രത്യേക സാഹചര്യത്തിൽ അഡോ കമ്മിറ്റിയായി മാറ്റേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അവസ്ഥ വന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞങ്ങളുടെ ആ കമ്മിറ്റി മുന്നോട്ട് പോകുന്ന സമയത്ത്, ലാലേട്ടൻ പ്രസിഡന്റ് ആയിട്ടുള്ള കമ്മിറ്റി മുന്നോട്ട് പോകുന്ന സമയത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരികയും അതിനെ തുടർന്ന് വളരെ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും ചെയ്തു. അതിനിടയിൽ തന്നെ ആ സമയത്ത് ഇവർക്കെല്ലാം കണക്കും കാര്യങ്ങളെല്ലാം കൃത്യമായിരുന്നു. കണക്കും കാര്യങ്ങളെല്ലാം കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ ഒരു പുതിയൊരു കമ്മിറ്റി വന്നപ്പോഴാണ് കൂടുതലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങുകയൊക്കെ ചെയ്തത്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ജസ്റ്റിസ് ഫോർ അൻസിബ അങ്ങനെ തന്നെ ധൈര്യമായിട്ട് കമൻറ്റ് ഇട്ടോ എല്ലാവരും. അതുപോലെ തന്നെ നമ്മുടെ യൂഷ്വൽ സൈക്കോ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം എല്ലാം ശരിയായിട്ട് കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വന്ന് ആദ്യത്തെ ഇൻഫർമേഷനും കാര്യങ്ങളും എല്ലാം ഒരുപാട് എക്സ്ക്ലൂസീവുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ആൾക്കാർക്കെല്ലാം മനസ്സിലായല്ലോ. ഈ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോസും ഒരു ഫോണും റൂമിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുമെന്നാണ് കുറേ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. അവരെടുക്കുന്ന എഫേർട്ടും കാര്യങ്ങളൊന്നും നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ന്യൂസിൽ വരുന്നതിന് മുമ്പ് 2 ആഴ്ച മുമ്പ് നമ്മളെല്ലാം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റിസ് ഫോർ അൻസിബ കൊടുക്കുക, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പും കൂടെ കൊടുക്കുക, പരമാവധി ഈ വിഷയമൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കുക. അമ്മയിൽ നിന്ന് സ്ഥാനാർത്ഥികളെ വാഗ്ദാനം ചെയ്ത ശ്വേതാ മേനോൻ BJPയിൽ നിന്ന് 2 കോടി രൂപ വാങ്ങി. ഉഷയാണ് പറയുന്നത്, ഉഷയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. 2 കോടി രൂപ മേടിച്ചു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അന്ന് സംസാരിച്ച കാര്യങ്ങളെല്ലാം കറക്റ്റായില്ലേ? നമ്മുടെ BJP കണക്ഷൻസൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് അത് കൊണ്ടുവന്നൊക്കെ ഓർമ്മയില്ലേ? അതുപോലെ തന്നെ പിഷാരടി ഈ പറയുന്ന ശ്വേതാ മേനോൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട്. എൻ്റെ പൊന്നു പിഷാരടി, എനിക്കൊരു കാര്യം മാത്രമേ ഉള്ളൂ പറയാനുള്ളൂ. പിഷാരടി, ജനങ്ങൾ നിങ്ങൾക്ക് ഒരു അവസരം തന്നിട്ടുണ്ട്, ഒരു സ്ഥാനം തന്നിട്ടുണ്ട്. അത് നല്ല രീതി അന്തസ്സോടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജനങ്ങളെ സേവിക്കാൻ വേണ്ടി നിങ്ങൾ സിനിമ പോലും വിട്ട ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് വേണ്ടി കൈയടിച്ച ജനങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ തന്നെ ഇപ്പോൾ അമ്മ സംഘടനയിലെ പ്രശ്നം പരിഹരിക്കാനും അവിടുത്തെ സ്ഥാനം ഏറ്റെടുക്കാനും ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നിങ്ങൾ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഫോണിൽ കൂടെ സംസാരിച്ചത് ഇപ്പോൾ നാട്ടുകാർക്ക് മൊത്തം കേൾക്കേണ്ട അവസ്ഥയായിപ്പോയി. പിഷു എന്ന് അപ്പുറത്തില്ല പശുവിന് പുല്ല് കൊടുക്കുന്ന പോലെ ഇരുന്നിട്ട് നമ്മുടെ ശ്വേത ചേച്ചി ഇരുന്നിട്ട് പിഷു എന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ പിഷു അങ്ങ് ചിരിച്ച് എന്താ പറയണ്ടേ, ഇല്ല പിഷു എന്നുള്ള വിളിക്ക് പിഷു അങ്ങ് വീണെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലെ സംസാരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ അടിച്ച് എന്താ പറയുക, പുള്ളിക്ക് നല്ല പണി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം നാറിയിട്ടുണ്ട്. ഇന്നലെ പിഷു വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. പിഷു ഇപ്പോൾ രാജിവെച്ചെന്നൊക്കെയാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും നല്ലൊരു തൊലി ആയിപ്പോയി. ഉള്ള കാര്യം പറയാമല്ലോ ശ്വേത കാണിച്ചത്. അല്ല, ഇപ്പം അമ്മ സംഘടനയിൽ നിന്ന് ഞാൻ വിട്ടു പോവുകയാണ്, ഞാൻ ഇനി ഇല്ല, ഞാൻ രാജിവെക്കുവാന്ന് ശ്വേതാ മേനോൻ ഈ ലോകത്തോട് പറഞ്ഞ ഒരു കാര്യമാണ്. ഇപ്പോൾ അതേ ശ്വേതാ മേനോൻ ഇപ്പോൾ അത് മാറ്റി പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളാന്ന് ആലോചിച്ച് നോക്കിയേ. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടപ്പുണ്ട്, ഒരുപാട് വിഷയങ്ങൾ. അൻസിബ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇതിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കിയാണ് ജനങ്ങളുടെ മുമ്പിൽ കാര്യം അവതരിപ്പിക്കാൻ വേണ്ടി വന്നപ്പോഴും ആ പെണ്ണിനെ കുറ്റപ്പെടുത്താൻ 100 ആൾക്കാർ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. എന്തായാലും ഇത് ഉഷയാണ് പറഞ്ഞത്. ഉഷ പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അൻസിബ പറയുന്നുണ്ട്, മാലാപ്രവതി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വിഷയങ്ങൾ പരമാവധി ആൾക്കാരുടെ അടുത്ത് എത്താൻ ശ്രമിക്കുക. ഞാൻ അത്രയും നിങ്ങളോട് പറയുന്നുള്ളൂ. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതൊന്ന് ഷെയർ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ലൈക്കും കൂടെ അടിച്ചു. ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു സബ്മിറ്റ് ചെയ്തോ. ഈ പറഞ്ഞ ഫേസ്ബുക്കിൽ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്തോ. ആ വീഡിയോയെ കുറിച്ച് ശ്വേതാമിനോട് നമ്മൾ പറഞ്ഞപ്പോ നമ്മുടെ സീനിയർ ആയിട്ടുള്ള ലേഡി ആർട്ടിസ്റ്റ് ആണ് പറയുന്നത്, വളരെ മോശമായി പോയി, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് വളരെ മോശം, കുട്ടി വളരെ മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഒന്ന് പ്രതികരിക്കണം അതിനെന്ന് പറഞ്ഞപ്പോ അന്ന് അവർ പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷമായി, അങ്ങനെ തന്നെ വേണം, അത് നന്നായി പോയി എന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് അൻസിബയ്ക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അൻസിബ നമ്മുടെ അനൂപ് ചന്ദ്രൻ എനിക്ക് പറയുന്ന അൻസിബയ്ക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ശ്വേതാ മേനോൻ പറഞ്ഞത് നന്നായി പോയി എന്നുള്ള രീതിയിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കില്ല, പെണ്ണുങ്ങളുടെ ഇടയിൽ തന്നെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിങ്ങനെ കൊട്ടുഘോഷിക്കുന്ന അത്ര നല്ല കാര്യമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇപ്പം നാട് മൊത്തം നാറിയില്ലേ? ആര് നാറി? ശ്വേത നാറി. ആ കൊച്ചു ഒറ്റയ്ക്ക് നിന്നാണ് പോരാടിയത്. പോലീസിന് വേണ്ടി പോലീസിനടുത്ത് പോകുന്നു, അവിടെ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് പോട്ടെ, രമേശ് ചെന്നിത്തല വിളിച്ചു കഴിഞ്ഞിട്ട് അവന്മാർ കേസ് എടുക്കുന്നില്ല. പുള്ളി ചിലപ്പം ഇപ്പം അൻസിബ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചാണ് പുള്ളി പോലീസിനോട് ഇന്ന പോലെ ചെയ്യ് എന്ന് പറഞ്ഞു കാണും. പോലീസുകാരല്ലേ, അവന്മാരത് മാറ്റി മറിച്ചുമൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. വൃത്തിയാട്ടന്മാർ കഴിഞ്ഞ ദിവസം ചെയ്തത് വളരെ മോശമായ കാര്യമാണ് ചെയ്തത്. എന്താ ചെയ്തത്? വിശ്വാസപൂർവ്വം ഒരു ജനപ്രതിനിധി കൂടിയായ ഒരു സഹപ്രവർത്തകൻ, എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുള്ള സഹപ്രവർത്തകനാണ് അദ്ദേഹം, വളരെ പേഴ്സണലായിട്ട് സംസാരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ആ ഓഡിയോ ക്ലിപ്പില് പല ഭാഗത്തും അവർ സംസാരിച്ചത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പിഷാരടി സംസാരിച്ചത് മാത്രമാണ് മുഴുവനായിട്ട് കൊടുത്തിട്ടുള്ളത്.
പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പൊ ശ്വേത ജി 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 എന്ന് വിളിക്കുന്നതിന്റെ കാര്യം എന്ത് അർത്ഥത്തിലാണ് ജി എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പിഷാരടിയെ തകർക്കാൻ വേണ്ടി ഇവർ നല്ല രീതി ഇപ്പോൾ വോയിസ് പുറത്തുവിടുകയാണെങ്കിൽ ഇതിന് ഒന്നെങ്കിൽ പാർട്ടിക്ക് നല്ല പങ്ക് കാണാൻ ചാൻസ് കൂടുതലാണ്. അന്ന് പിഷാരടിക്ക് എതിരെ മത്സരിച്ചത് ശോഭാ സുരേന്ദ്രനാണ്. ചിലപ്പം ഒരു പക്ഷേ ഇവരെയൊക്കെ ആയിട്ടുള്ള കണക്ഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ പിഷാരടിയെ നാണം കെടുത്താൻ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ. ഇതിൻ്റെ ഇടയിൽ എന്ത് വൃത്തിയായിട്ടും കളിക്കുന്ന ഒരു ടീമാണ് അപ്പുറത്ത് നിൽക്കുന്ന ടീം. ആര് ശ്വേതയാണെങ്കിലും പിന്നെ അന്ന് കൂടെ മത്സരിച്ച BJP നേതാവ് ശോഭാ സുരേന്ദ്രനാണെങ്കിൽ പോലും ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നമുക്ക് അതിൻ്റെ തെളിവോ കാര്യങ്ങളൊന്നും ഇല്ല, അതിൻ്റെ സത്യാവസ്ഥ അറിയത്തില്ല. അത് വേറെ കാര്യങ്ങളൊക്കെ അങ്ങനെയും നമുക്കാവാം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പറഞ്ഞ ശ്വേതയ്ക്ക് ഇതിപ്പം ലീക്കാക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇപ്പോൾ ആര് നാറ് ചെയ്ത് സത്യത്തില്ല, ശ്വേത തന്നെ നാറത്തുള്ളൂ. പിന്നെ പിഷാരടിയുടെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ടുള്ള ബഹുമാനമൊക്കെ പോയെന്നുള്ള രീതിയിൽ അത് എന്താണെന്ന് വെച്ചാൽ അറിയാലോ, പാർട്ടിക്ക് വേണ്ടി ഇറങ്ങി MLA ആയി ഇപ്പോൾ അതിനുവേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തി അമ്മ സംഘടനയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സ്വയം ഇറങ്ങി നാടേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ പാലക്കാടിലൊരു ജനങ്ങൾക്ക് വേണ്ടി ഒരു വീട് വെച്ച് കൊടുക്കുമോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് ഇറങ്ങുമോ പ്രവർത്തിക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഉള്ള വില കളഞ്ഞു വിളിക്കല്ലേ എൻ്റെ വിഷു. അത് വളരെ മോശമായിട്ടുള്ള കാര്യം, അതൊരു ക്രൈമാണ് സത്യം പറഞ്ഞാൽ. അപ്പൊ നമ്മൾ എല്ലാവരും ഭയന്നിരിക്കുകയാണ്. ഈ വീഡിയോ അവർ പറയുന്നു, ആ ഓഡിയോയിൽ തന്നെ പറയുന്നു എല്ലാ വീഡിയോ ക്ലിപ്പുണ്ട്, എല്ലാ ഓഡിയോ ക്ലിപ്പുണ്ട്. അപ്പൊ സംസാരിച്ചവരുടെയൊക്കെ അതൊക്കെ ഒരു തെറ്റായ രീതിയാണ്. പ്രത്യേകിച്ച് ഒരു സംഘടനയെ നയിച്ചു കൊണ്ടുപോയ ആളാണ്. പല സാഹചര്യത്തിലും പലർക്കും സംസാരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അവരോട്, ഉണ്ടാവും. അപ്പൊ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് അത് എന്താ പറയുക ഭീഷണി പോലെ അത് എന്റെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്ന രീതിയും ശരിയല്ല. ഓക്കെ, അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ആരാണ് കളി കളിക്കുന്നത്? ഇവിടെ ശ്വേതയുടെയൊക്കെ ലീക്കായത് അവരുടെ കൂട്ടത്തിലുള്ളവരൊക്കെ തന്നെയാണ്. നമ്മുടെയിലും ഉണ്ട് കുറേ സാധനങ്ങളൊക്കെ, നമ്മളൊന്നും പറയുന്നില്ലേ, ഓരോന്നൊക്കെ അവർ തന്നെ കൊണ്ടിടുകയും ചെയ്യും. ഇനി മാലാപാർവതി പറയുന്നത് നമുക്ക് കേട്ടിട്ട് അൻസിബ പറയുന്നത് നമുക്ക് വെക്കാം. നമ്മൾ വിചാരിക്കാത്തതും 32 വർഷമായി അമ്മയിൽ നടക്കാത്തതുമായ കാര്യങ്ങൾ അവിടെ നടക്കുന്നതായിട്ടാണ് ഞങ്ങൾ സംശയിക്കുന്നത്. അതിന് എനിക്കൊരു ആധാരവുമുണ്ട്, വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ഈ വീഡിയോ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ഞാനൊന്ന് പ്ലേ ചെയ്യാം. പിന്നെ ഇതിലൊരു വലിയൊരു കാര്യം പറയുന്നത് എന്താണെന്നറിയാമോ? 15 കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയില് അദാനി ഗ്രൂപ്പ് ഇവരുടെ കുറെ പരിപാടികളുണ്ട്. ദക്ഷിണാനത്തുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സിനിമാ രംഗത്തുണ്ടായിരുന്ന ആൾക്കാർക്ക് കരുതലായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് കൂടുതൽ കൊടുക്കാൻ, വീട് വെച്ച് കൊടുക്കാൻ, പല കാര്യങ്ങളും. 15 കോടി രൂപ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സ്ത്രീ വന്നിട്ട് ഇത്രയും സംഭവം കാണിക്കുന്നു, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത എന്ത് കാര്യമാണ് ഇവരുടെ കയ്യിലുള്ളത്? അല്ലെങ്കിൽ സാധാരണ അമ്മ ഒരു ഷോ നടത്തും, അതിൽ നിന്നുള്ള പൈസ വെച്ചാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലൊരു വലിയൊരു കാര്യം പറയുന്നത് എന്താണെന്നറിയാമോ? 15 കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയില് അദാനി ഗ്രൂപ്പ് ഇവരുടെ കുറെ പരിപാടികളുണ്ട്. ഇത് ഒന്നാമത്തെ കാര്യം, ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നും ശ്വേതയുടെ വിശ്വാസ്യതയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്. ഞങ്ങളുടെ ആദ്യം ലക്ഷ്മിപ്രിയ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദാനി ഗ്രൂപ്പിൽ നിന്ന് നല്ലൊരു ഫണ്ട് വരും, 15 ലക്ഷം രൂപ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിപ്പോൾ 15 കോടി എന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ചാനലും ഇതിനെക്കുറിച്ച് നമ്മളൊന്നും മിണ്ടുന്നില്ല കേട്ടോ, നമ്മളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, എന്തായാലും ഇപ്പം ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? ആ വീഡിയോ കൊണ്ട് ആ ചേച്ചിയെ 24 ശ്രീകണ്ഠൻ നായരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോൾ ചേച്ചി അത് വളച്ചൊടിച്ച് തിരിച്ച് മറിച്ച് വേറെ രീതിയിലാക്കിയിട്ടുണ്ട്. ഒന്നെങ്കിൽ ആ ചേച്ചി ചാനലിലിരുന്ന് കൊണയടിച്ചതാ, കൊണയടിക്കുന്ന പോലെ എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടി ഒരു മുക്കുമൂലയൊക്കെ വെച്ച് ഡയലോഗ് അടിച്ച് കണ്ട് പോയതാ കണ്ടാന്ന് തോന്നുന്നത്. ഇപ്പം എന്തായാലും ശ്രീകണ്ഠൻ നായർ ചോദിച്ചപ്പോൾ ഒക്കെ വളച്ചൊടിച്ച് തിരിച്ച് പുള്ളിക്കൊന്നും അറിയാത്ത രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ഇന്ന ചാനലിൽ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞു തന്ന് കേട്ട് കഴിഞ്ഞാൽ ചേച്ചിക്ക് ക്രെഡിബിലിറ്റി പോകും. അതുകൊണ്ടാണ് ചേച്ചി നൈസായിട്ട് അങ്ങ് വിഴുങ്ങി. ഞാൻ ആ ഒരു ക്ലിപ്പ് കൂടെ വെച്ച് തരുന്നില്ല. ആര് ഇപ്പം അവരെ കാണിച്ച വീഡിയോയിൽ സംസാരിക്കുന്ന സ്ത്രീയുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. എന്തായാലും ഇവിടെ പെട്ടുപോകുന്ന അൻസിബ എന്ന് പറഞ്ഞൊരു പെണ്ണാണ്. പിന്നെ അത് ഇങ്ങനെ ധൈര്യത്തോടെ ഇറങ്ങി നിൽക്കുക, അതിൻ്റെ ഭാഗത്ത് ന്യായം കൊണ്ടാണ് തെറ്റിദ്ധരിച്ച മാലാപാർവതി പോലും അൻസിബയുടെ കൂടെ നിൽക്കുന്നത്. അമ്മയുടെ മെമ്പറല്ല, അവർക്ക് അമ്മയുമായിട്ട് എന്താണ് ബന്ധമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് മൾട്ടിനാഷണൽ കമ്പനിയുടെ 15 കോടി രൂപ ആവശ്യമില്ല എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് സംസ്ഥാന നേതാവാണ്, മുൻ കൗൺസിലറാണ്, ശ്രീമതി പത്മജ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വീഡിയോ ഞാൻ അയച്ചു തരാം ആർക്കെങ്കിലും താല്പര്യമുണ്ട്. അപ്പൊ ഇവര് എങ്ങനെയാണ് ഈ വിഷയം സംസാരിക്കുന്നത്? ഇവര് അമ്മയുടെ നേതാവാണ്. ശ്വേത പലവട്ടം പറഞ്ഞു അവർ കോൺഗ്രസ് ആണ്, അവർക്ക് കോൺഗ്രസ് ആകാം, BJP ആകാം, CPM ആവാം, അല്ലെങ്കിൽ CPI ആകാം. ഞങ്ങൾക്ക് ആർക്കും അതിൽ ഒരു വിരോധവുമില്ല, ഒരു അയിത്തവുമില്ല. ഇതെല്ലാം തന്നെ ജനാധിപത്യ രീതിയിൽ ഇന്ത്യയിൽ ഉള്ള പാർട്ടികളാണ്. പക്ഷേ ഇവിടെ ഇതിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഞങ്ങൾ എതിർക്കും. അത് ചോദ്യം ചെയ്യുന്ന ഒരാളായിരുന്നു അൻസിബ. അൻസിബ എന്ന മുസ്ലിം നാമധാരിയായ വ്യക്തിയെ വർഗീയവാദിയാക്കി, ജിഹാദിയാക്കി അവിടെ നിന്ന് ഓടിക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അവരെ ഹിന്ദു അമ്പലത്തിൽ നിന്നും പണം വാങ്ങിച്ചതിന്റെ പേരിൽ അവര് വർഗീയത നടപ്പിലാക്കി എന്ന് വ്യക്തിപരമായി ഓരോരുത്തരെയും വിളിച്ചു പറഞ്ഞ് അവിടെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന് എനിക്ക് ആരോപണമല്ല, എൻ്റെ അനുഭവമാണ്. എന്നെ വിളിച്ച് എന്താണ് പലവട്ടം നിങ്ങൾ കേട്ടുകയാണ്, മാലാപാർവതിയാണ് ഗൂഢാലോചനയുടെ പിന്നിലെന്ന് നിങ്ങൾ പലവട്ടം കേട്ടുകയാണ്. എന്താണ് ആ ഗൂഢാലോചന? എന്തുകൊണ്ടാണ് ശ്വേത എനിക്ക് മൈക്ക് തരാതെ വട്ടം പിടിച്ചു നിന്നത് ജനറൽ ബോഡിയിൽ?
ഞാൻ സംസാരിക്കാൻ പാടില്ല, മീഡിയ പോ എന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറയുന്നത് ഇന്ന് രമേശ് പിഷാരടിയുടെ ഒരു ഫോൺ സംഭാഷണം ഒരു അജണ്ടയോടുകൂടി അവർ പുറത്തുവിട്ടതിന് ശേഷം അവർക്ക് ആ മാന്യത കൊടുക്കേണ്ടതില്ല. അതുകൊണ്ടാണ് വ്യക്തിപരമായ ഒരു സംഭാഷണം, അതിലൊരു തെളിവ് കൂടിയുണ്ട്, ഒരാൾ കൂടി ആ കോൺ കോളിൽ ഉണ്ടായിരുന്നു എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ഈ ഇത് പറയുന്നത്. അൻസിബയുടെ വിഷയം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അവർ 4 പേരെ കൺവേർട്ട് ചെയ്യാൻ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, ശ്വേത എന്തേ സംസാരിക്കുന്നത്, അങ്ങനെ സംസാരിക്കല്ലേ, അങ്ങനെ സംസാരിക്കരുത്. അല്ല ചേച്ചി, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ മറ്റൊന്ന് വശത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് യൂഷ്വലി ഇവരുടെ ഒരു സംഭവം തുടങ്ങി. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ തർക്കം ഉണ്ടാവുകയും ഞാൻ പറഞ്ഞു, ഇതൊരു സാമൂഹ്യ വിഷയമാണ്, ഇത് അമ്മയുടെ വിഷയമല്ല, ഇത് ഞാൻ പുറത്ത് പറയും നിങ്ങൾ ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് അവര് പറഞ്ഞത്, നിങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല, you will be out of this industry. Chechi, I am telling you because I love you. You don't know what you are getting into. Please stay away. And I know when you decide on something, you get into this one track and you crash land. So you don't know what you are getting into. I am asking you to stop. Do not interfere in Ansiba's issue. എന്താണ് ആ വരിയുടെ അർത്ഥമെന്ന് വളരെയധികം ആലോചിച്ചതിന് ശേഷമാണ് സത്യത്തിന് വേണ്ടി സംസാരിച്ചപ്പോൾ കണ്ടില്ലേ, ഈ സിനിമ ഇൻഡസ്ട്രിയിൽ പോലും കാണത്തില്ല. അപ്പോൾ ചേത ചേച്ചി ആര് കൊള്ളാമല്ലോ, ചേത ചേച്ചി വന്ന വഴിയൊക്കെ മറന്നോ? അവരൊക്കെ നല്ല നല്ല വേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇന്ന് ഈ ഒരു നിലയിലെത്തിയത്. നിങ്ങളും നല്ല വേഷങ്ങളാണ് ചെയ്തത്, നിങ്ങളെ ഇഷ്ടപ്പെടാത്തവരാരൊന്നുമില്ല, ഉള്ള കാര്യം പറയാമല്ലോ. ഞാനൊക്കെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ചേച്ചിയുടെ രതി നിർവേദി ഇറങ്ങുന്നത്. അന്ന് കുട്ടികളും എല്ലാവരും എന്തൊരു ചർച്ചയായിരുന്നു അതിനെക്കുറിച്ചൊക്കെ. നിങ്ങളുടെ ഫാനായിട്ടുള്ള ഗേൾസ് വരെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ നല്ല പടമാണെന്ന് വന്നിട്ട് അവരാണ് അത് നിങ്ങളോട് ഇതൊക്കെ പറയുകയൊക്കെ ചെയ്തത്. അതൊക്കെ ഒരു കാലം. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഫോൺ ചെയ്യുന്നത് എന്താണ് അവിടെ നടന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ വേണ്ടാതെ, ഒരു സംശയത്തിനിടയില്ലാതെ 2023 നടന്ന ഒരു സിനിമയുടെ കാര്യം അദ്ദേഹം പറയുകയാണ്. അവിടെ വെച്ച് അൻസിബ ഒരു നോമ്പെടുത്തു എന്നും അതിനോടൊപ്പം ഈ അദ്ദേഹത്തിന്റെ മകനായി അഭിനയിക്കാൻ വന്നതോ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അദ്ദേഹത്തിന്റെ സംവിധായകൻ എന്നെ വളരെയധികം മോശമായി പറയുന്നുണ്ട്, അവിടെ ഒരു നോമ്പ് തുറന്നുവെന്നും. അത്രയും മാത്രം നടന്ന ഒരു കാര്യത്തിനെ 2024 ഇവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരു വാട്സ്ആപ്പ് ചാറ്റിൽ ഭീഷണിയുടെ സ്വരത്തിൽ ഉപയോഗിച്ചത് എന്തിനാണ് ജിനി ടോം? അത് ചോദിക്കുന്ന സമയത്ത് ശ്വേത പറയുന്നത്, ചേച്ചി ഡു യു വാണ്ട് ജിനി ടു എൻഡ് അപ്പ് ഇൻ ജയിൽ? അപ്പൊ ഞാൻ പറഞ്ഞു, തിഹാർ ജയിലിൽ അൻസിബ പോയാൽ കുറച്ച് പ്രശ്നമില്ലേ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ തമ്മിലുണ്ടായ ഒരു തർക്കം. അന്ന് മുതലാണ് ഞാനൊരു ഗൂഢാലോചനക്കാരിയായത്. ഗൂഢാലോചനയൊന്നുമില്ല, ആലോചന നടത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും. കാരണം ഇങ്ങനെ ഒരു സംഘമല്ല അമ്മയെ ഭരിക്കേണ്ടത്. ധ്രുവീകരണം നടത്തുന്ന, വർഗീയവാദം നടത്തുന്ന, മനുഷ്യരെ ഒന്നായി കാണാൻ പറ്റാത്ത, ജാതി മതങ്ങളെ ഒന്നായി കാണാൻ പറ്റാത്ത, കലാകാരന്മാരുടെ ഇടയിൽ ധ്രുവീകരണം നടത്തുന്ന ആൾക്കാരല്ല അത് ഭരിക്കേണ്ടത്. എന്റെ വിശ്വാസമാണ്. കേരളം അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ആ കേരളത്തിനോട് ഒരു ഉത്തരവാദിത്തമുള്ളത് കൊണ്ട് അവിടെ നടക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം നാളെ വരാനിരിക്കുന്ന ഒരു കേരള സ്റ്റോറിയാണ് എന്ന് മനസ്സിലായതുകൊണ്ടും അതിനെ എതിർക്കണമെന്നുള്ള ഉത്തമ വിശ്വാസത്തിലുമാണ് ഞാൻ അവിടെ പ്രതികരിച്ചത്. നാളെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, സ്ക്രിപ്റ്റ് ഒരു സിനിമ തന്നെ തട്ടമിടാത്ത, ഒരു തരത്തിലും ജാതിമതങ്ങളൊന്നുമില്ല, അമ്പലത്തിൽ വരെ പോകുന്ന ഒരു മലപ്പുറംകാരി മുസ്ലിം അവിടെ മത പരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നു എന്നൊരു കഥ ഒരു സിനിമയായിട്ട് വന്നാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ നന്നായി കൂടും. ഈ കഥയാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നതെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇത് വളരെയധികം എതിർത്തത്. ഇത് പറയരുതെന്നും പറയേണ്ടെന്ന് വിചാരിച്ച് തന്നെയാണ് ഇരുന്നത്. അത് മറ്റു കാര്യങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടേയിരുന്നു. കണക്കിന്റെ കാര്യമായിട്ടും അങ്ങനെയൊക്കെ, കണക്കിന്റെ കാര്യവും മറ്റു കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഉണ്ട്, കണക്ക് തെറ്റ് തന്നെയാണ്. പക്ഷെ ഇത് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ചുപേര് ഈ കാര്യങ്ങളെ ഞങ്ങളെ ഏൽപ്പിക്കൂ, ഞങ്ങൾ ഇതൊക്കെ ശരിയാക്കട്ടെ, ഞങ്ങൾ കുറച്ചുപേര് ഞങ്ങൾക്ക് മാത്രമായി ഉത്തരവാദിത്തങ്ങൾ തരും, അൻസിബയെ പുറത്താക്കൂ. ആദ്യത്തെ ദിവസം വന്നപ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് അൻസിബയെ പുറത്താക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. അൻസിബ പുറത്തായില്ലെന്ന് മാത്രമല്ല, അൻസിബയുടെ സംസാരത്തിൽ മുഴുവൻ ജനറൽ ബോഡി അംഗങ്ങളും അൻസിബ പറഞ്ഞത് മനസ്സിലാക്കി അൻസിബയുടെ കൂടെ നിന്നുള്ളതാണ് സത്യം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല കേട്ടോ, ഇതൊന്നും ഞാൻ ജനറൽ ബോഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ അൻസിബ പറഞ്ഞ പല കാര്യങ്ങളും അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അൻസിബയോടൊപ്പം നിന്ന് ഇവർക്ക് ഉത്തരവില്ലാതെ ആയി എന്നുള്ളത് സത്യമാണ്. അതിന് ബാബുരാജ് ഒരു ആരോപണം മുന്നോട്ട് വെച്ചു, ഒരു പ്രത്യേക പാർട്ടിയിൽ നിന്നും 2 കോടി രൂപ വാങ്ങിയില്ലേ. ഇത് ജനറൽ ബോഡി സീരിയസ് ആയിട്ട് എടുത്തൊരു ആരോപണമൊന്നുമല്ല. പിറ്റേ ദിവസം ലക്ഷ്മിപ്രിയ പറയുമ്പോഴാണ് നമ്മൾ ഇത് ഇത്ര ഗൗരവം ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ഇവരെ ഇറങ്ങി ഓടി അവിടുന്ന്. എന്തിനാണ് ഓടുന്നത്? നമ്മളൊരു അനാവശ്യമായ ആരോപണം പറഞ്ഞ് തിരിഞ്ഞു നിന്നാൽ ആരോടൊന്നുമില്ല തിരിച്ചു ചോദിക്കാം. അങ്ങനെ ചോദിക്കാതെ അവരിറങ്ങി ഓടിയത് എന്തിനാണ്? നമുക്ക് മനസ്സിലാവുന്നില്ല അവരെന്തിനാണ് അങ്ങനെ ഓടിയതെന്ന്. അതെ, എല്ലാവരും ഇറങ്ങി പോവുകയും ചെയ്ത് ഞങ്ങൾ രാജിവെക്കുകയാണ്, എന്താ പറയുക, ഒരു പക്ഷം മാത്രമേ ഇവിടെ കേൾക്കുന്നുള്ളൂ, ഞങ്ങളുടെ പക്ഷം ഇവിടെ ആരും കേൾക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ വന്ന് സംസാരിച്ചത് ലക്ഷ്മിപ്രിയയൊക്കെ നമുക്ക് നല്ല രീതി ഓർമ്മയുണ്ട്. ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, തട്ട് എവിടെ നിൽക്കുന്നുണ്ടോ കൂടുതൽ ആൾക്കാർ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങോട്ട് പോകുന്ന ഒരു കാലമാണിത്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും എവിടെ ആണെങ്കിലും അങ്ങനെയാണ്. അൻസിബ ഒറ്റയ്ക്ക് മാത്രമേ നിൽക്കുന്നുള്ളൂ. അൻസിബ ഇപ്പോൾ തന്നെ ഈ മാലാപാർവതി ആദ്യമൊക്കെ തെറ്റിദ്ധരിച്ചാണ് അവർ പിന്നെ ഇപ്പോൾ കൂടെ നിന്ന് അവിടെ ഓരോ കാര്യത്തിൽ വിഷയമാണെങ്കിലും അങ്ങനെ കുറച്ച് ആൾക്കാർ ഈ കൊച്ചിൻ്റെ കൂടെ ഉണ്ട്. ഈ ലക്ഷ്മിപ്രിയ പോലുള്ള ഒരു വിഷം ഞാൻ കണ്ടിട്ടില്ല.
അതെനിക്ക് ആ ബിഗ് ബോസിൽ നിന്ന് പണ്ടേ മനസ്സിലായതാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ മോനെ ചക്രി പൊന്നരെ എന്നൊക്കെ കിടന്ന് വിളിച്ച ഒരു സീനുണ്ടായിരുന്നു. അതോടെ റോബിനോടുള്ള സ്നേഹം കൊണ്ട് കുറേ എണ്ണം വോട്ട് കൊടുത്ത് 4ാം സ്ഥാനം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിനുശേഷം ഞാൻ പോവുകയാണ്, അംഗത്വം രാജിവെച്ച് പോവുകയാണെന്ന് പ്രഖ്യാപിച്ച് അവർ പോയി. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതൊരു ഞാനും എന്റെ അംഗങ്ങളും രാജിവെക്കുന്നു എന്നാണ് പറഞ്ഞത്. അംഗങ്ങളും ഞാനും എന്റെ അംഗങ്ങളും എന്ന് പറയുമ്പോൾ അംഗങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അവരാരും തിരിച്ചു വന്ന് ഞങ്ങൾ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞില്ല. അവര് രാജിവെച്ചതിന് ശേഷം ജനറൽ ബോഡിയാണ് അപ്പെക്സ് ബോഡി. നിങ്ങൾക്ക് നോക്കാം, ട്രാവൻകൂർ കൊച്ചി ലിറ്റററി ആൻഡ് സയന്റിഫിക് രജിസ്ട്രേഷൻ സൊസൈറ്റി ആക്ട് ആണ് പാരന്റ് ആക്ട്. അതിൽ പറയുന്നത് അപ്പെക്സ് ബോഡിക്ക് തീരുമാനമെടുക്കാം. മാസ റെസിഗ്നേഷനും അബാൻമെന്റും വന്നു കഴിഞ്ഞാൽ അപ്പെക്സ് ബോഡിയാണ് തീരുമാനമെടുക്കേണ്ടത്. അപ്പെക്സ് ബോഡി ജനറൽ ബോഡിയാണ്. ശ്വേതയുടെ തന്നെ ബാക്കി പറഞ്ഞാൽ ഞങ്ങളുടെ കോർട്ട്. എല്ലാവരും കൂടെ തീരുമാനമെടുത്ത് പുതിയൊരു സമിതി ഏൽപ്പിക്കാൻ. ആ സമിതിയുടെ അധ്യക്ഷനെ അല്ലെങ്കിൽ കൺവീനറിനെയാണ് ഇന്നലെ മ്ലേച്ഛമായ ഒരു ഫോൺ കോൾ ചോർത്തിക്കൊണ്ട് കോടതിയിൽ പോയി ഒഴിവാക്കിയത്. ഞങ്ങൾ കയ്യും കാലം പിടിച്ചാണ് രമേശ് പിഷാരി അവിടെ എത്തിയത്. രമേശിന്റെ ഒരു നയം, അനുരഞ്ജനം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും ഞങ്ങൾ വിശ്വസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ. അല്ലാതെ അദ്ദേഹം അവിടെ കോൺഗ്രസ്സുകാരാണ്, പക്ഷെ കോൺഗ്രസ് അവിടെ കളിക്കില്ല എന്ന ഉത്തമ വിശ്വാസമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിനോട് ഐക്യമില്ല. BJP ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവിടെ, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. CPM-കാരുണ്ട്, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. പക്ഷേ ഈ വർഗീയവൽക്കരണം ബോളിവുഡിലൊക്കെ നടന്നിട്ടുള്ളത് പോലെ സിനിമാ സംഘടനകളെ പിടിച്ചുകൊണ്ട് സിനിമയെ മാറ്റിക്കൊണ്ട് ഒരു നാട്ടിൽ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഈ ശ്രമത്തിന് മുളയെ ഉള്ളാൻ ശ്രമിച്ചു എന്നുള്ള ഗൂഢാലോചന കുറ്റമുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല, രൂക്ഷമായി സംസാരിച്ചിട്ടുണ്ട്. അടിപൊളി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സിനിമയിൽ കൂടുതലും ഈ പറയുന്ന BJPയെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 2015 തൊട്ടാണ് കൂടുതൽ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരുടെ സിനിമയിൽ കൂടുതൽ SFA എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. മെസ്സിക്കന ഭാരത പോലുള്ള പടങ്ങളൊക്കെ മിക്ക പടത്തിലും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റിനെ ബൂസ്റ്റ് ചെയ്തിട്ടുള്ള രീതിയിലൊക്കെ തന്നെ. അത് ഞാൻ പറയട്ടെ, കൂടുതലും ആൾക്കാർ ഇതുപോലുള്ള പിള്ളേരൊക്കെ, യൂത്ത് പിള്ളേരൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടാണ് അത് പാർട്ടിയിലോട്ട് പോകുന്നത്. ഇപ്പോൾ തന്നെ BJPയുടെ കൊള്ളാം, പല പരിപാടികൾ ഇറക്കുന്നുണ്ട്. വളർത്താൻ വേണ്ടി എന്തൊക്കെ പരിപാടികൾ ഈശ്വര നടത്തുന്നതെന്ന് ഓർക്കുമ്പോഴേ അടിപൊളി കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും മാലാപർവതി അത് തുറന്നു പറഞ്ഞോളൂ. ഇനി അൻസിബയ്ക്ക് പറയാനുള്ളതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. വ്യക്തി എന്ന നിലയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് കുറച്ച് ദിവസങ്ങളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഒരുപാട് ആഗ്രഹത്തോടെ തന്നെ വന്ന ഒരാളാണ് ഞാൻ അല്ലാതെ കമ്മിറ്റികളിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളൊന്നുമല്ല. അവിടെ ക്യൂരിയോസിറ്റി കാരണം, ഇഷ്ടം കാരണം തന്നെ കമ്മിറ്റിയിൽ വന്നു നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ ആ കമ്മിറ്റിയിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇപ്പോൾ ഉഷേത്ത പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കമ്മിറ്റിക്ക് മുന്നേ ലാലേട്ടൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി പിന്നീട് പ്രത്യേക സാഹചര്യത്തിൽ അഡോ കമ്മിറ്റിയായി മാറ്റേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അവസ്ഥ വന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞങ്ങളുടെ ആ കമ്മിറ്റി മുന്നോട്ട് പോകുന്ന സമയത്ത്, ലാലേട്ടൻ പ്രസിഡന്റ് ആയിട്ടുള്ള കമ്മിറ്റി മുന്നോട്ട് പോകുന്ന സമയത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരികയും അതിനെ തുടർന്ന് വളരെ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും ചെയ്തു. അതിനിടയിൽ തന്നെ ജനറൽ സെക്രട്ടറിക്കെതിരെ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം വരികയും അദ്ദേഹം രാജിവെച്ച് പോവുകയും ചെയ്തു. അങ്ങനെ പ്രശ്നങ്ങൾ ഗുരുതരമായതോടെയാണ് പ്രസിഡന്റ് ആയിട്ടുള്ള ലാലേട്ടൻ ആ കമ്മിറ്റി തിരിച്ചു വിടുകയും ചെയ്തത്. അങ്ങനെ ആ കമ്മിറ്റി പിരിച്ചുവിട്ട സമയത്ത് ഇനി മുന്നോട്ട് എങ്ങനെ എന്നുള്ളൊരു ചോദ്യം വലുതായിരുന്നു. ആ ഒരു ചോദ്യത്തിന്റെ പുറത്താണ് ആ കമ്മിറ്റി തന്നെ വീണ്ടും അഡോ കമ്മിറ്റി ആയത്. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ കമ്മിറ്റി അന്ന് രാജിവെക്കുന്ന സമയത്ത് ജനറൽ ബോഡി നടക്കാൻ ഒരുപാട് മാസങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ അത്രയും മാസങ്ങൾ അമ്മയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങണം. അത് നീങ്ങണമെന്നുണ്ടെങ്കിൽ അത് നോക്കി നടക്കാൻ ഒരു കമ്മിറ്റി അത്യാവശ്യമായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അന്ന് ലാലേട്ടൻ പ്രസിഡന്റ് ആയിരുന്ന അതേ കമ്മിറ്റി വീണ്ടും അഡോ കമ്മിറ്റി ആയിട്ട് മാറിയത്. ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് അഡോ കമ്മിറ്റി എന്നുള്ള പേരൊക്കെ കേൾക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. ആ കമ്മിറ്റിയാണ് പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമായിരുന്നു സഞ്ജീവിനി എങ്ങനെ അഡോ കമ്മിറ്റിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത്. സഞ്ജീവിനി നമ്മുടെ ആ കമ്മിറ്റി രാജിവെച്ച് അഡോ കമ്മിറ്റി ആവുന്നതിന് മുന്നേ തീരുമാനമെടുത്ത ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അതായത് ഞാൻ തന്നെ മുന്നേ പല ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്, വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയിൽ നിന്നാണ് സഞ്ജീവിനിയിലുള്ള അംഗങ്ങളായിട്ടുള്ള. ഓക്കെ, അതിനെക്കുറിച്ച് ഞാനൊരു കാര്യം പറയാം. വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ മാത്രമല്ല, അവർ 3-4 പേരെ നോക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതിൽ ഏറ്റവും വില കുറച്ച് മരുന്ന് ആര് കൊടുക്കുന്നുണ്ടോ ആ വ്യക്തിക്ക് നമ്മളിത് കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞാണ്. അപ്പം എല്ലാം വെച്ച് നോക്കിയപ്പോൾ അപ്പോഴും വില കുറച്ച് കൊടുക്കുന്ന വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കമ്പനിയാണ്. അങ്ങനെയാണ് വിഷ്ണു ഉണ്ണികൃഷ്ണനോട് പറയുകയും ചെയ്ത് വിഷ്ണുവാണ് ഇവിടെ മരുന്ന് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് എല്ലായിടത്തും. അതായത് കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ ഉള്ളതെല്ലാം പുള്ളിക്കാരൻ്റെ പരിപാടിയായിരുന്നു. അത് പിന്നെ പുതിയ കമ്മിറ്റി വന്നപ്പോഴത്തേക്കാണ് അതിനെ നൈസായിട്ട് ഒഴിവാക്കി വേറെ പല ആൾക്കാരെയൊക്കെ കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ അതൊക്കെ പറഞ്ഞായിരുന്നു, കേട്ട് കാണുമായിരിക്കും. എന്തായാലും അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. തീരുമാനമെടുത്ത ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അതായത് ഞാൻ തന്നെ മുന്നേ പല ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്,
വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയിൽ നിന്നാണ് സഞ്ജീവിനിയിലുള്ള അംഗങ്ങളായിട്ടുള്ള നമ്മുടെ ആളുകൾക്കെല്ലാം മരുന്നുകൾ എത്തുന്നത്. അപ്പോൾ സഞ്ജീവനി പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതും സഞ്ജീവനി തുടങ്ങാമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന സിദ്ദിഖിക്ക അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് വിഷ്ണു ഉണ്ണികൃഷ്ണനായിട്ട് സംസാരിക്കുന്നതും മറ്റു 3 കൊട്ടേഷൻ എടുക്കുന്നതും. അങ്ങനെ വിളിച്ച മൊത്തം കൊട്ടേഷനുകളിൽ നിന്നും ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ നമുക്ക് ഏറ്റവും നല്ല മെഡിസിൻ പ്രൊവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ആ ഒരു കൊട്ടേഷൻ നമ്മൾ ഏറ്റെടുക്കുകയും അങ്ങനെ സഞ്ജീവിനി പദ്ധതിയിൽ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കമ്പനിയെ ഉൾപ്പെടുത്തുകയും മരുന്നുകൾ കൃത്യമായി അയച്ചു കൊടുക്കുകയും ചെയ്തത്. പക്ഷെ നമ്മൾ സഞ്ജീവിനി പ്രൊജക്ട് ഓൺ ആയതിനു ശേഷമായിരുന്നു ജനറൽ സെക്രട്ടറി അവിടുന്ന് സ്ഥാനം ഒഴിയുന്നതും ഈ കമ്മിറ്റി അഡോ കമ്മിറ്റിയായി മാറുന്നത്. അപ്പൊ ആ അഡോ കമ്മിറ്റി തീരുമാനിച്ചത് ഓൾറെഡി പ്ലാൻ ചെയ്തു വെച്ച സഞ്ജീവനി പ്രൊജക്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം 5000 രൂപ കൊണ്ട് മരുന്ന് ഉൾപ്പെടെ ജീവിത ചെലവ് മൊത്തം താങ്ങി നിർത്തുന്ന ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് അമ്മയിൽ. അപ്പൊ നമുക്ക് അത്ഭുതമായിരുന്നു, 5000 രൂപയ്ക്ക് മരുന്നും വാങ്ങി ഒരു മാസം അവർ ചെലവും കഴിയാന്ന് പറയുമ്പോൾ. അപ്പൊ അവർക്ക് നമ്മൾ ഈ മരുന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 5000 രൂപ അവർക്ക് അവരുടെ ജീവിത നിത്യ ചെലവുകൾക്ക് ഉപയോഗിക്കാമല്ലോ എന്നുള്ള ചിന്തയിൽ തുടങ്ങിയതാണ് സഞ്ജീവനി. ഹൻസിബാന പറഞ്ഞിട്ടുണ്ട്, പണ്ട് മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ച നടിമാരൊക്കെ ഉണ്ടായിരുന്നു, അന്നത്തെ ഹൈ ലെവലിൽ നിൽക്കുന്ന സൂപ്പർ സ്റ്റാറുകളൊക്കെ. അവർക്കും ഇപ്പോൾ ഈ ഒരു അവസ്ഥയാണ്. ഒരു 5000 രൂപ 6000 രൂപ കിട്ടിയാൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ പണ്ട് ആരാധിച്ച് നടന്ന ഓരോ വ്യക്തിയുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥകളാണ് ഈ പറയുന്നത്. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരല്ലേ നിങ്ങൾ കാണുന്നത്. അന്നത്തെ ആൾക്കാരൊക്കെ ഇതിൽ നിന്ന് മാത്രം എന്തെങ്കിലുമൊക്കെ കിട്ടി കഴിഞ്ഞു പോകാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാകില്ല. അവർക്കൊക്കെ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ അൻസിബ സംസാരിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ അവരൊക്കെ വെറും പട്ടി വില പോലും കാണുന്ന ചില ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അപ്പൊ അഡോ കമ്മിറ്റി ഏറ്റെടുത്ത് സഞ്ജീവനി പ്രൊജക്ട് തുടങ്ങി എല്ലാവർക്കും കഴിഞ്ഞ ജനുവരി 26-നായിരുന്നു സഞ്ജീവനി ലോഞ്ച് ചെയ്തത്. സഞ്ജീവനി ലോഞ്ച് ചെയ്ത സമയത്ത് അന്ന് അവിടെ മമ്മൂക്ക ഉണ്ടായിരുന്നു, ലാലേട്ടൻ ഉണ്ടായിരുന്നു, ശ്രീനിവാസൻ സാർ ഉണ്ടായിരുന്നു, സുരേഷ് ഗോപി സാർ ഉണ്ടായിരുന്നു, അമ്മയുടെ മറ്റു പല അംഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സ്ഫടികം ജോർജ് സാറിന്, നമ്മുടെ ബീന കുമ്പളങ്ങി ചേച്ചി, അങ്ങനെ കുറെ പേർക്ക് മരുന്നുകൾ കൊടുത്തിട്ടായിരുന്നു നമ്മളതിന് തുടക്കം കുറിച്ചത്. അത് നല്ല കാര്യമാണ് ചെയ്തത്. അത് അഡോ കമ്മിറ്റി ആവുന്നതിന് മുന്നേ ആ കമ്മിറ്റി എടുത്ത തീരുമാനമായിരുന്നു അത്. അതാണ് നടപ്പിലാക്കിയത്. അതിനെങ്ങനെയാണ് ചോദ്യം ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ലൊരു കാര്യം ചെയ്തതിനെയാണോ ഇത്രയും കുറ്റപ്പെടുത്തുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ ഈ കമ്മിറ്റി ഇപ്പൊ ഞാൻ മറ്റൊരു ചോദ്യം കേട്ടു, ലാലേട്ടൻ പ്രസിഡന്റ് ആയിട്ടുള്ള കമ്മിറ്റിക്ക് തന്നെ അഡോ കമ്മിറ്റി ആയിട്ട് മാറാൻ അവസരം കിട്ടി. ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആയിട്ടുള്ള കമ്മിറ്റിക്ക് എന്തുകൊണ്ട് അഡോ കമ്മിറ്റി ആവാൻ പറ്റിയില്ല? എനിക്ക് മനസ്സിലായിട്ടുള്ള ഉത്തരവാണ് ഞാൻ പറയുന്നത്. ലാലേട്ടൻ പ്രസിഡന്റ് ആയിരുന്ന കമ്മിറ്റി അഡോ കമ്മിറ്റിയായി മാറിയതിന്റെ സാഹചര്യം എന്ന് വെച്ചാൽ ജനറൽ ബോഡി നടക്കാൻ ഒരുപാട് മാസങ്ങൾ ബാക്കി നിൽക്കുന്നു എന്നിരിക്കെ ഒരു കമ്മിറ്റി അവിടെ അനിവാര്യമാണ്. കാരണം ഒരു ജനറൽ ബോഡി കൂടിയാലേ മറ്റൊരു കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ജനറൽ ബോഡി നടത്താൻ ഭയങ്കരമായിട്ടുള്ള ഒരു സാമ്പത്തികം വേണം. അപ്പൊ അത്ര എക്സ്പെൻസ് നമുക്ക് ആ സമയത്ത് മുടക്കാനും പറ്റില്ല. അങ്ങനെ ഇരിക്കെ ഇതേ കമ്മിറ്റി തന്നെ അഡോ കമ്മിറ്റി ആവേണ്ട ആവശ്യകതയുണ്ടെന്ന് മനസ്സിലാക്കുകയും അതേസമയം തന്നെ ആ കമ്മിറ്റിക്കെതിരെ അമ്മ സംഘടനയ്ക്കുള്ളിൽ ഒരു അലിഗേഷനും ഇല്ലായിരുന്നു. ഒരു സാമ്പത്തിക ക്രമക്കേടോ മറ്റ് അലിഗേഷൻസോ ഒന്നുമില്ലായിരുന്നു. അമ്മ സംഘടനയ്ക്ക് പുറത്തുള്ള അലിഗേഷന്റെ പേരിലാണ് അവിടെ ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ സംഘടനകത്തുണ്ടായിരുന്ന ആ കമ്മിറ്റിക്കെതിരെ വേറെ അലിഗേഷൻസ് ഇല്ലാത്തത് കൊണ്ടായിരുന്നു അതേ കമ്മിറ്റി അഡോ കമ്മിറ്റിയായിട്ട് മാറിയത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന ഇപ്പൊ രാജിവെച്ചു പോയ കമ്മിറ്റി, ആ കമ്മിറ്റി അഡോ കമ്മിറ്റി ആക്കാത്തതിന്റെ റീസൺ എന്ന് എനിക്ക് മനസ്സിലായ കാര്യം, സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിലാണ് ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന കമ്മിറ്റി ഏകദേശം 60 ലക്ഷത്തിന്റെ കണക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 60 ലക്ഷം ഒന്നും അല്ല, അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ താഴെ പോയത്. അവരുടെ സാമ്പത്തിക റിപ്പോർട്ട് പാസ്സായില്ല ജനറൽ ബോഡിയിൽ. അപ്പൊ സാമ്പത്തിക ക്രമക്കേട് നേരിടുന്ന ഒരു കമ്മിറ്റിയെ എങ്ങനെയാണ് അഡോ കമ്മിറ്റി ആയിട്ട് മാറ്റാൻ ജനറൽ ബോഡിക്ക് തോന്നുക? ലോജിക്കലി ഒരിക്കലും ജനറൽ ബോഡി അങ്ങനെ ചിന്തിക്കില്ല. അതാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ശ്വേത ചേച്ചി പ്രസിഡന്റ് ആയിരുന്ന ആ കമ്മിറ്റിയെ തന്നെ വീണ്ടും അഡോ കമ്മിറ്റി ആക്കാതിരുന്നത്. ഇനി ഇതിലുള്ള വേറൊരു കാര്യം കൂടെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. സാമ്പത്തിക ആരോപണം നേരിടുന്ന ഈ രാജിവെച്ച കമ്മിറ്റിയെ അഡോ കമ്മിറ്റി ആക്കിയിട്ടില്ലെങ്കിലും ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ റോണി ഡേവിഡ്, ആശ അരവിന്ദ് എന്നിവരെ അഡോ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആശ അരവിന്ദ് ചേച്ചി റിസൈൻ ചെയ്തെന്നാണ് ഞാൻ അറിഞ്ഞു. പക്ഷെ റോണി ഡേവിഡ് അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഈ രണ്ടുപേരെയും ഈ അഡോ കമ്മിറ്റിയിലേക്ക് വിളിച്ചതിനും ഒരു കാര്യമുണ്ട്. കാരണം അവരാണ് സഞ്ജീവിനി പ്രവർത്തനങ്ങൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സഞ്ജീവിനി പ്രവർത്തനങ്ങൾ മുടങ്ങിപ്പോവരുത്. കാരണം ഇത്രയും പേരുടെ പ്രിസ്ക്രിപ്ഷൻസും കാര്യങ്ങളും എല്ലാം അവരുടെ കയ്യിലാണുള്ളത്. പെട്ടെന്ന് ഒരാൾക്ക് ഒരു ദിവസം വന്നത് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നു പോകണം എന്നുള്ളത് കൊണ്ടാണ് ഈ സാമ്പത്തിക ആരോപണം നേരിടുന്ന സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ താഴെ പോയ ആ കമ്മിറ്റിയിൽ നിന്ന് തന്നെ ഡോക്ടർ റോണിയെയും ആശ അരവിന്ദ് ചേച്ചിയെയും പുതിയ അഡോ കമ്മിറ്റിയിലേക്ക് നിയമിച്ചത്. ഇത്രയും റോയിയെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ കഴിഞ്ഞോട്ടെ ചെയ്തതാണ്, നിങ്ങളെല്ലാവരും കണ്ടുവാണെന്ന് തോന്നുന്നുണ്ട്. റോയി പിന്നെ പറയുന്നുണ്ട് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ റോണി ചേട്ടൻ്റെ സംസാരത്തിൽ ചില കാര്യത്തിലൊക്കെ പൊരുത്തക്കേടൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പിന്നെ ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട് ഇത് കണ്ടിട്ട്? ഇപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ ഇവർ വന്നിട്ട് സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവർ പറയുകയൊക്കെ ചെയ്യുന്നത്.
ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും ഷേത എന്തായാലും പിന്മാറാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഷേത മാറിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും പിന്നെയും വരും. ഷേത അവിടെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാം, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാം. നിങ്ങൾ കണ്ടോ, എല്ലാ എണ്ണം തിരിച്ചു വരും, ലക്ഷ്മി പ്രിയ ഉൾപ്പെടെ വരും. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.